Warning! I'm not promoting other illegal things. Hacks, mods, etc. This video is fully educational purpose only. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് കട്ട് സ്ക്രിപ്റ്റബിൾ ഇതൊന്നും iOS-ൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. മെയിനായിട്ട് 2 കാര്യമാണ് പറഞ്ഞത്. കാരണം മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ജെയിൽ ബ്രേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന 3 കാര്യമുണ്ടല്ലോ, ഇതിനെപ്പറ്റി ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് iOS-ൽ ആക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലേ കുറേ മൈരന്മാർ പിന്നെ പറയും, എടാ എൻ്റെ iOS-ൽ സ്ക്രിപ്റ്റബിളിൻ്റെ പറയുന്നുണ്ട്, ഷോർട്ട് കട്ടിൻ്റെ കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അങ്ങനത്തെ ചാറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. iOS-ൽ 3 വഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 വഴി കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ജെയിൽ ബ്രേക്ക്. ജെയിൽ ബ്രേക്ക് ഇപ്പം ജെയിൽ ബ്രേക്ക് ചെയ്ത ഒരു ഡിവൈസ് ആൻഡ്രോയിഡിന് തുല്യമാണ്. കാരണം ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ZArchiver വഴി നിങ്ങൾ ഒരു ഫയൽസ് ഒരു ആപ്പിൽ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അത് മോഡിഫൈ ചെയ്യുന്നില്ലേ, സെയിം രീതിയിൽ തന്നെ ജെയിൽ ബ്രേക്ക് ചെയ്ത് ഐഫോണിൽ ചെയ്യാൻ പറ്റും. അപ്പം ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു വാറണ്ടി കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. വാറണ്ടിയുള്ള ഫോണാണെങ്കിൽ അതല്ലേ തന്നെ ആ ഫോൺ കൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസ് ഉണ്ടായില്ല. കാരണം ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ജെയിൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഹാക്ക് ഉണ്ടല്ലോ, അതിൽ പിന്നെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അതൊരിക്കലും പിന്നെ സേഫായിട്ടിരിക്കില്ല. ഇതിൽ iOS-ൽ ഹാക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സേഫായിട്ടിരിക്കാൻ കാരണം അതിൻ്റെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാരണം നമ്മൾ ഡേറ്റ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് iOS-ൽ സേഫായിട്ടിരിക്കുക. പക്ഷേ ഈ ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പം നിങ്ങളുടെ ജെയിൽ ബ്രേക്ക് ചെയ്ത ഒരു iOS ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം ആൻഡ്രോയിഡിൽ ZArchiver ആണെങ്കിൽ iOS-ൽ ഫയൽസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയൽസ് iOS-ൽ ഗെയിമിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് കളിക്കാം. അപ്പോൾ നിങ്ങളുടെ ഡിവൈസും പോവും, ഐഡിയും പോവും. അത് കൺഫേം ആണ്. കാരണം ജെയിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ID ബാൻ ആയിപ്പോൾ. ഇതല്ലാണ്ട് വേറെ രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസിനും സീൻ ഉണ്ടാവില്ല, IDക്ക് സീൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇമേജിങ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് PC-ലോ ലാപ്പിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ യൂസ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സെയിം ആൻഡ്രോയിഡിൽ ZArchiver-ൽ നമ്മൾ ആ ഡിവൈസിലുള്ള ആപ്ലിക്കേഷൻ വെച്ച് ആ ഡിവൈസിലുള്ള സാധനത്തിൻ്റെ ഡാറ്റ മോഡിഫൈ ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ PC വേണം. PC-ൽ നമ്മുടെ ചാർജിങ് കേബിൾ OG ചാർജിങ് കേബിൾ PC-ലും കണക്ട് ചെയ്യുക, നമ്മുടെ ഫോണിലും കണക്ട് ചെയ്യുക. ഈ ഇമേജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ അത് ആപ്പിൾ ഓതറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. അവരുടെ അക്കൗണ്ട് ബാൻ ആവാനോ ഡിവൈസ് ബ്ലാക്ക് ലിസ്റ്റ് ആവാനോ ഒന്നും പോകുന്നില്ല. അപ്പം ഇത് നമ്മളുടെ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ iOS-ൽ ഹാക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഡാറ്റ മോഡിഫൈ ചെയ്തിട്ട്. അപ്പോൾ ഈ വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡിവൈസിന് ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല, IDക്കും ഇഷ്യൂ ഉണ്ടാകത്തില്ല. അങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഗെയിമിലാണെങ്കിൽ ആൻറ്റി ചീറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് ഇത് പ്രൂഫ് ഇല്ലാണ്ടാണ് ID ബാൻ ആക്കുന്നത്. ഗെയിം പ്ലേ വെച്ചിട്ട് ബ്ലാക്ക് ലിസ്റ്റ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ പറയാലോ, എൻ്റെ ID ബാൻ ആയിട്ടുണ്ട് ഈ ആക്ക് യൂസ് ചെയ്തിട്ട്. പക്ഷേ അത് ഒറ്റ തവണയാണ്. കാരണം അന്ന് വന്നത് ഈ ആൻറ്റി ചീറ്റായി വർക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആക്ക് യൂസ് ചെയ്ത എല്ലാവരുടെയും ID ബാൻ ആയി. അങ്ങനത്തെ ആ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ വന്നിട്ടില്ല. കാരണം അത് വിത്തൗട്ട് റീസണാണ് ബാൻ ആക്കിയത്. അന്ന് തന്നെ എനിക്ക് വേറെ കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എടാ എൻ്റെ ID ബാനായി പോയി, പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയവരും ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എനിക്കറിയാം എൻ്റെ ID പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് കൂടി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ആക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതല്ലാണ്ട് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് IP ഇൻസ്റ്റാൾ ചെയ്യുക. IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഗെയിം നമ്മൾ ആ ഗെയിമോട് കൂടി തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതൊരു മോഡഡ് ഗെയിമായിരിക്കും. അതിനകത്ത് ആക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോഡിമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊരു ഫുള്ള് OB ഉള്ളൊരു ഗെയിമാണ്. അതിന് പറയുന്ന പേരാണ് IP. ആ IP ഇൻസ്റ്റാൾ ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒരെണ്ണം PC-യോ ലാപ്പോ യൂസ് ചെയ്ത് സൈഡ് ലോഡ് ചെയ്യുക, കേബിൾ കണക്ട് ചെയ്തിട്ട് സൈഡ് ലോഡ് വെബ്സൈറ്റിൽ കൂടെ. അതല്ലെങ്കിൽ ഒരു സ്റ്റോർ പർച്ചേസ് ആക്കുക. ഈ സ്റ്റോർ പർച്ചേസ് ആക്കുമ്പോൾ PC വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒന്നും ജെയിൽ ബ്രേക്ക് ആയിട്ട് വരുന്നില്ല. സ്റ്റോർ വെച്ച് ആക്കുവാണെങ്കിൽ സ്റ്റോർ തന്നെ 2 രീതിക്കുണ്ട്. ഒരെണ്ണം Gbox എന്ന് പറഞ്ഞ സ്റ്റോർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫോണിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ആ IP ഫയൽ ഈ സ്റ്റോറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ Gbox-ലൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ID ബാൻ ആ ഒരു ഇഷ്യൂ അല്ല. നമ്മുടെ ഫയൽസിൽ ഓൺ മൈ ഐഫോണിൻ്റെ അകത്ത് ഫ്രീ ഫയറിൻ്റെ ഒരു ഫയൽ വന്നെടുക്കും.
അപ്പം നമ്മൾ ഡിവൈസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും ഇവനൊരു ഹാക്ക് യൂസറാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാണ്ട് വേറൊരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് പർച്ചേസ് ആക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് കയറുക, അതിൽ അഡ്മിൻസിന് മെസ്സേജ് അയക്കുക. അപ്പം നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പം വീഡിയോയിലേക്ക് ബാക്കി വരാം. അപ്പം ഈ ജി ബോക്സിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, മറ്റേ സ്റ്റോറിന് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഫയൽ യൂസ് ചെയ്തിട്ട് ഇതിൽ കൂടെ സാധനം ഇൻസ്റ്റാൾ ചെയ്യാം. ID ബാൻ ആവില്ല, ഒരു ഇഷ്യൂ വരത്തില്ല ഈ സ്റ്റോർ യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ഈ സ്റ്റോർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഐറ്റോൺസിന് ഫണ്ട് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റോറാണ്. അതിന് റിവോക്കും വരത്തില്ല, ഒന്നും വരത്തില്ല. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ സ്റ്റോറിന്. പക്ഷേ അതല്ലാണ്ടുള്ള ഈ ജെയിൽ ബ്രേക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് മെത്തേഡിൽ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും പാച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ID ബാൻ ആവുന്നല്ല, പാച്ച് വന്നു കഴിഞ്ഞാൽ ഹാക്ക് വർക്ക് ആവാണ്ട് പോകും. അങ്ങനത്തെ സാധനമാണ് ഇത് ഇമേജിംഗ് ഫയലിനകത്ത് ഞാൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്, പിന്നെ ഞാൻ പറയാം. അപ്പം അതിൽ കയറാം, അഡ്മിൻസിന് മെസ്സേജ് അയക്കുക. ഞാൻ ഒരിക്കലും ഒരു ഹാക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പർച്ചേസ് ആക്കി യൂസ് ചെയ്താൽ മതി. ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല. പിന്നെ നമ്മളുടെ ചാനലിന് സ്ട്രീം പ്രൂഫ് വരുന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൂർണമെൻറ്റ് കാര്യങ്ങൾ കളിക്കാൻ ഡിവൈസ് ചെക്ക് ചെയ്താലും ഒരു സീനും വരുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക, അല്ലെങ്കിൽ മേടിക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വേറെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.